ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന മുഗൾ ഭരണകൂടത്തെയും കുറിച്ചും അതുപോലെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും താരതമ്യം ചെയ്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മധ്യകാല ഇന്ത്യയെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പോൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 2 പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഭക്തി പ്രസ്ഥാനം അതുപോലെ സൂഫി പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് ആദ്യം ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം മധ്യകാലം എന്ന് പറയുമ്പോൾ ഒരു 8ാം നൂറ്റാണ്ട് തൊട്ടിട്ട് 8ാം നൂറ്റാണ്ട് തൊട്ട് 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ്. അതായത് യൂറോപ്യൻസ്മാർ ഇങ്ങോട്ട് വരുന്ന ആ ഒരു കാലം വരെയാണ് മധ്യകാലം ഉണ്ടായിരുന്നത്. അത് മുതൽ അങ്ങോട്ട് ആധുനിക കാലം തുടങ്ങുകയാണ്. യൂറോപ്യന്മാരുടെ വരവോട് കൂടിയാണ് ആധുനിക കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു സ്ഥിതിയൊക്കെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സാമൂഹിക അസമത്വം ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ വിവേചനം ഉണ്ടായിരുന്നു. മതത്തിൻ്റെ പേരിൽ ജാതി വ്യവസ്ഥയും അതുപോലെ വലിയ ഉയർന്ന ആളുകൾ താഴ്ന്ന ആളുകൾ എന്നൊക്കെയുള്ള ഒരു വിവേചനം സൃഷ്ടിച്ചിരുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഭക്തി പ്രസ്ഥാനം വരുന്നത്. ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമ്പൂർണ്ണമായും നമ്മുടെ ജീവിതം സ്വയം സമർപ്പിക്കുക. അതിനാണ് നമ്മൾ ഭക്തി പറയുക. ഈ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉണ്ടായ ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളൊക്കെയാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. ഇത്രയും പറഞ്ഞാൽ മതി. നമുക്ക് പറഞ്ഞു, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും എന്ത് ചെയ്തു? ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഈ സാമൂഹ്യ വിവേചനം നേരിട്ട ജനങ്ങൾ എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി വന്നു. അവർക്ക് അതെന്തായി? അതൊരു വളരെ പ്രയോജനകമായി. ഈ ഭക്തി പ്രസ്ഥാനം കൊണ്ട് അവർക്ക് ഒരു ഇത് കിട്ടി. സാമൂഹ്യ വിവേചനം നേരിട്ട ആളുകൾ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി വന്നു. അങ്ങനെ അതിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ വ്യാപിച്ചു. അങ്ങനെയുള്ള 2 പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ഇനി ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. അപ്പോൾ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക ആ ഭാഗത്ത്. അപ്പോൾ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആയ്വാർമാർ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത്. അതായത് വിഷ്ണു ഭക്തരായ ആളുകൾ ആയ്വാർമാരെന്നും, അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്ന ആളുകൾ ആയ്വാർമാരും അതുപോലെ ശിവഭക്തരായിട്ടുള്ള ആളുകൾ നായനാർമാരും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഭക്തകവികൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്, നായനാർമാരും ആയ്വാർമാരും. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. അവരെന്താ ചെയ്തത്? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങൾ രചിച്ചു. അതുപോലെ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഒരു സ്നേഹവും അതുപോലെ സമർപ്പണവും ഇതൊക്കെ ആയിരുന്നു ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ് ഈ ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആയ്വാർമാരും നായനാർമാരും ആരൊക്കെയാണ്? ശിവഭക്തരും വിഷ്ണു ഭക്തരും. അവരെന്ത് ചെയ്തു? പ്രാദേശിക ഭാഷകളിലെ കീർത്തനങ്ങളും രചനകളൊക്കെ നടത്തിയിട്ട് ദേശസഞ്ചാരം നടത്തി ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? ഭക്തി പ്രചരിപ്പിച്ചു. അതുപോലെ അനാചാരങ്ങളെയും അസമത്വങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇത് വളരെയധികം സ്വാധീനിച്ചു ഈ രചനകൾ. അതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ അനാചാരങ്ങളൊക്കെ അത് ചോദ്യം ചെയ്യപ്പെട്ടു. അതുപോലെ ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി വന്നു. അപ്പോൾ ഈ ആയ്വാർമാരുടെ രചനകളെ നമ്മൾ വിളിച്ചിരുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നായിരുന്നു. നായനാന്മാരുടെ രചനകളെ നമ്മൾ തിരുമുറൈകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഭക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങളും അന്ന് എന്തിട്ടുണ്ടായിരുന്നു? നിർമ്മിക്കപ്പെട്ടിരുന്നു. ഈ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ, അതായത് വിഷ്ണു ഭക്തർ, അതായത് ആയ്വാർമാരിൽ വരുന്നതാണ് കുലശേഖര ആയ്വാർ, പെരിയ ആയ്വാർ, നമ്മ ആയ്വാർ, ആണ്ടാൾ. അതുപോലെ ശിവഭക്തരായ നായനാർമാരിൽ വരുന്നതാണ് കാരക്കൽ അമ്മയാൾ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസർ. ഇത്രയും പേര്. അപ്പോൾ ഭക്തി പ്രസ്ഥാനം ക്രമേണ എന്ത് ചെയ്തു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വിവിധ പ്രദേശങ്ങളിലേക്ക് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകളെ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. ഓരോ ഭാഗത്തും ആരൊക്കെയായിരുന്നു പ്രചാരം നടത്തിയിരുന്നത്? അപ്പോൾ ബസവണ്ണയെ പറ്റി ഫസ്റ്റ് പറയുന്നുണ്ട്. ബസവണ്ണ എന്ന് പറയുന്നത് കന്നഡ ദേശത്തെ
ദേശത്ത് ഭക്തി പ്രചരിപ്പിച്ച ആളായിരുന്നു. കന്നഡ ദേശത്തെ മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞിട്ട് ബസവണ്ണ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്? ബസവണ്ണ അദ്ദേഹം ഒരു അനുഭവ മണ്ഡപം രൂപീകരിച്ചു. അത് രൂപീകരിച്ചു പറഞ്ഞാൽ അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചർച്ചാവേദി. അതായത് ഇവരുടെ കാര്യങ്ങളെ, ആശയങ്ങളൊക്കെ അവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു മണ്ഡപമായിരുന്നു അനുഭവ മണ്ഡപം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അനുഭവ മണ്ഡപം. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? അവർക്ക് ചർച്ച ചെയ്യാനുള്ള വേദിയാണെന്ന് പറഞ്ഞു അല്ലേ. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്ക് അറിവ് പുതുക്കലിനുമായി ജനങ്ങൾ അനുഭവ മണ്ഡലത്തിലെത്തിയിരുന്നു. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാകാം? അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്തിയൊക്കെ പ്രചരിപ്പിച്ചിട്ട് അതില്ലാതാക്കാനാണ്, ഈ സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാനാണ് അവരെന്ത് ചെയ്ത് ശ്രമിച്ചിരുന്നത്. അതുപോലെ അന്ന് ജാതീയ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അതുപോലെ മതത്തിൻ്റെ പേരിലായാലും അതുപോലെ തന്നെ ഉയർന്ന ആളുകൾ നമ്മൾ പറഞ്ഞു, അതുപോലെ സമൂഹത്തിന് താഴ്ന്ന തട്ടിലാണ് സാധാരണക്കാരുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും കവിയുമായിരുന്നു ബസവണ്ണ. അദ്ദേഹം എന്താ ചെയ്തത്? സാമൂഹികവും മതപരമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? ഒരു അനുഭവ മണ്ഡപം സ്ഥാപിച്ചു. അത് എന്തിനാണെന്ന് പറഞ്ഞു? ആത്മീയ ചർച്ചകളും അതുപോലെ അറിവ് പുതുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വേദിയായിട്ടാണത് അവർ കണ്ടത്. അതിലെ ആളുകളെല്ലാവരും എത്തിയിരുന്നു. എന്നിട്ട് ചർച്ചയിൽ എല്ലാവരും പങ്കെടുത്തു. ചർച്ചയിലുള്ള ആശയങ്ങളെ വചനങ്ങളെന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം. അതുപോലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അതായത് വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളെയും പ്രാമാണികതയും ചോദ്യം ചെയ്തു. അതുപോലെ ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതുപോലെ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുപോലെ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുപോലെ ഇനി അടുത്തൊരു ബോക്സിൽ കൊടുത്തിട്ട് മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ. ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ്. മനുഷ്യരെന്തായാൽ മതി, നന്നായാൽ മതി. ഈശ്വരാരാധനക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇടനിലക്കാർ ആവശ്യമില്ല, നമുക്ക് പുനർജന്മമില്ല, ഈ ജന്മം നമ്മൾ എന്ത് ചെയ്യണം? ധന്യമാക്കി ജീവിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.